പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം മലാക്കി 3:18 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുമുള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയും. യേശു പ്രിയ സഹോദരരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു തിരിച്ചറിവിനെ കുറിച്ചാണ്. വചനം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുമുള്ള വ്യത്യാസം. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ നിത്യ ജീവിതത്തിൽ ദുഷ്ടൻ എപ്പോഴും വളരെ ഉയർച്ചയിലും ശ്രേയസ്സിലും ജീവിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദുഷിച്ച മേഖലയിൽ ജീവിക്കുന്നവർ, ദുർനടത്തപ്പിലൂടെ ജീവിക്കുന്നവർ എല്ലാം, പക്ഷേ അവർക്ക് എപ്പോഴും വിജയമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തെ സേവിക്കുന്നവർക്കും എല്ലാം കഷ്ടത നിറഞ്ഞ ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇതിൻ്റെ എല്ലാം ഒരു വിളവെടുപ്പിൻ്റെ ഒരു കാലഘട്ടം വരും ഏറ്റവും അടുത്തായിട്ട്. അപ്പോൾ നീതിമാനെയും ദുഷ്ടനെയും തമ്മിൽ വേർതിരിച്ച് നിർത്തുന്ന ഒരു കാലഘട്ടം ഏറ്റവും അടുത്ത് നമുക്ക് കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ ഈശോയുടെ തിരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹമായിട്ട്, ഒരു ഗണമായിട്ട് മാറാതിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടത നിറഞ്ഞ ജീവിതം കൊണ്ട് നമ്മുടെ ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ, നമ്മളെ മാറ്റി നിർത്തപ്പെടുത്തേണ്ട ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാണ്ടിരിക്കട്ടെ. അതിനായി നമുക്ക് ദൈവത്തെ സേവിക്കുന്നവരായി ജീവിക്കുവാൻ, കഷ്ടത നിറഞ്ഞ ജീവിതമാണെങ്കിൽ കൂടി അത് വലിയൊരു സന്തോഷത്തിൻ്റെ ദിനമായി മാറുന്നൊരു കാലഘട്ടം ഉണ്ടാകും. നിത്യതയിൽ നമുക്കത് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ആ മാറ്റി നിർത്തപ്പെടുന്ന ഗണത്തിൽ, ദൈവത്തെ സേവിക്കുന്ന ഒരു ഗണത്തിൽ പങ്കുചേരുവാൻ, ആ ഗണത്തിൻ്റെ കൂടെ ആയിത്തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.